പ്രവാസികൾക്ക് ഏറെ പ്രയോജനകരമായ എയർ കേരള പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പ്രവാസികളുടെ ആശങ്കകൾ സർക്കാർ മനസ്സിലാക്കുന്നുണ്ടെന്നും അന്യനാടുകളിൽ നിന്ന് തൊഴിൽ നഷ്ടപ്പെട്ട് തിരികെയെത്തുന്ന പ്രവാസികളുടെ പുനരധിവാസം, തൊഴിൽ ലഭ്യത എന്നിവയെക്കുറിച്ച് വിവിധ പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചു വരികയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വ്യാജ റിക്രൂട്ട്മെന്റുകൾ നടത്തുന്ന ഏജൻസികൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും പ്രവാസികാര്യമന്ത്രി കെ.സി. ജോസഫും പറഞ്ഞു. നാട്ടിലെ വീട്ടുകരം വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കണമെന്ന ആവശ്യം മുതൽ പ്രവാസികൾക്ക് കൃഷി ചെയ്യാൻ ഭൂമി വിട്ടു നൽകണമെന്നതുൾപ്പെടെ നിരവധി പരാതികളും ആവശ്യങ്ങളുമാണ് പ്രവാസി സംഘടനാ നേതാക്കൾ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും മുമ്പിൽ നിരത്തിയത്. വ്യവസായ ആവശ്യങ്ങൾക്കായി ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് വരുത്തുമെന്ന് പ്രവാസി സംഗമത്തിൽ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പക്ഷേ കൃഷിക്കായി ഭൂമി ലഭ്യമാക്കുന്നത് പ്രായോഗികമല്ലെന്ന നിലപാടാണ് സ്വീകരിച്ചത്. 15 ഏക്കർ വരെ കൃഷി ഭൂമി കൈവശം വെക്കുകയും കൃഷി ചെയ്യുകയും ചെയ്യാം. 15 ഏക്കറിൽ കൂടുതൽ പ്ലാന്റേഷൻ മാത്രമേ എക്സംഷൻ ഉണ്ടായിരിക്കത്തുള്ളൂ. നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമുക്ക് ആവശ്യത്തിന് ഭൂമി നമുക്കില്ല എന്നുള്ളതാണ്. ഈ സർക്കാരിൻ്റെ കയ്യിൽ പല ജില്ലകളിലും 100 ഏക്കർ പോയിട്ട് 100 സെന്റ് സ്ഥലം പോലും ഇന്ന് ഇല്ലാത്ത സ്ഥിതിയാണ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങളെ വെൽക്കം ചെയ്യുന്നു. പക്ഷേ ഭൂമി ഒഴിച്ചുള്ള കാര്യങ്ങളിലെല്ലാം സഹായം ഉണ്ടായിരിക്കും. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച എയർ കേരള പദ്ധതി KSRTC പോലെയാകുമോ എന്ന ആശങ്ക പലരും പങ്കുവച്ചു. എന്നാൽ എയർ കേരള പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. എയർ കേരള KSRTC ആയിട്ട് താരതമ്യപ്പെടുത്തണ്ട, നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടുമായിട്ട് ബന്ധപ്പെടുത്തിയാൽ പ്രോഫിറ്റ് റേഷ്യോ വെച്ച് നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ റേഷ്യോ ഉയർന്നു നിൽക്കുന്ന എയർപോർട്ട് നമ്മുടെ നെടുമ്പാശ്ശേരിയാണ്. നമുക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. ആ കമ്പനിയുടെ നേതൃത്വത്തിലാണ് എയർ കേരള നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. വ്യാജ റിക്രൂട്ട്മെന്റുകൾ നടത്തുന്ന ഏജൻസികൾക്കെതിരെ നിയമനിർമ്മാണം നടത്താൻ സർക്കാർ തയ്യാറാകണമെന്ന് നോർക്ക റോഡ്സ് വൈസ് ചെയർമാൻ MA യൂസഫലി ആവശ്യപ്പെട്ടു. റിപ്പോർട്ടർ, കൊച്ചി. പ്രവാസി സംഗമം പ്രവാസികൾക്കും ഒപ്പം മലയാളികൾക്കും ഗുണകരമാണോ? ഇന്നത്തെ വിഷയം ഇതാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന വ്യവസായിയും പൊതുപ്രവർത്തകനുമായ KP ഹുസൈൻ, ഒപ്പം ഷംസുദ്ദീൻ ഒളകര, മലയാളി വ്യവസായിയാണ് അദ്ദേഹം. മാധ്യമപ്രവർത്തകനായ തോമസ് മാത്യു കടവിൽ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഒപ്പം പ്രേക്ഷകർക്കും ഈ ചർച്ചയിൽ പങ്കെടുക്കാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. ആദ്യം ഡോക്ടർ KP ഹുസൈനിലേക്ക്. ഡോക്ടർ KP ഹുസൈൻ, NRK മീറ്റിൽ പങ്കെടുത്ത വ്യക്തിയാണല്ലോ താങ്കൾ. പ്രവാസികൾക്ക് ഗുണമുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്തത്? ആദ്യമായിട്ട് ചർച്ച എന്ന് പറയുന്നത് നമുക്ക് പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുമ്പോഴാണ് ഏതിന്റെയും ഉയർച്ച. അതുപോലെ തന്നെ ഇപ്പം മുഖ്യമന്ത്രി പറഞ്ഞ പോലെ എല്ലാ വർഷവും തന്നെ ഒരു മീറ്റ് സംഘടിപ്പിക്കാമല്ലോ. അപ്പൊ കുറച്ചുകൂടി കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ആവും. അതുകൊണ്ട് തന്നെ ഗ്രോത്ത് പ്രോസസ് നമ്മൾ ചിന്തിക്കുന്നതാണ്. അതിന് മുമ്പേ ഇപ്പോൾ ഞങ്ങൾ അവിടെ കൊടുത്തിട്ടുള്ള ഒരു അപേക്ഷ എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം ഇപ്പൊ അടുത്ത സമയത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്മാൾ ബാങ്കിങ് സിസ്റ്റം അനൗൺസ് ചെയ്തിരുന്നു. അതിന്റെ അപ്ലിക്കേഷൻസ് ഒക്കെ ആവശ്യപ്പെട്ടിരുന്നു. അത് 100 കോടി രൂപ മുതൽ മുടക്കിക്കൊണ്ടുള്ള ബാങ്കുകളാണ്. ഇന്നിപ്പോ നമ്മള് പ്രവാസികളെല്ലാം ഗൾഫിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ തിരിച്ചു വരുന്നു എന്ന് പറയുന്നു. കഴിഞ്ഞ ഒരു 7-8 വർഷങ്ങളായി ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. പക്ഷെ ഈ പല കാരണങ്ങളായിട്ട് നല്ല അനുഭവമുള്ളവർ കഴിഞ്ഞ 19 വർഷങ്ങളായിട്ട് ഗൾഫുകളിൽ ജീവിച്ചവർ, അവരുടെ കുട്ടികളോ അവരുടെ തലമുറകൾ അവിടെ പണിയെടുത്തുകൊണ്ടിരുന്നവർ നാളെ ഇങ്ങോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അവർ ഇവിടെ വന്ന് വെറുതെ നിൽക്കുന്നതിന് പകരം അവരുടെ കഴിവുകള് ഉപയോഗപ്പെടുത്താന് നോർക്ക പോലത്തെ ഒരു സ്ഥാപനത്തിന്റെ അംഗീകാരത്തോടുകൂടി ഒരു ബാങ്ക് പ്രവാസികളെ കൊണ്ട് തന്നെ തുടങ്ങാൻ പറ്റും. അത് തുടങ്ങിയാൽ, ഇത് പ്രത്യേകിച്ച് സ്മാൾ സ്കെയിൽ പ്രോഗ്രാമിനാണ്, ഏകദേശം 25 ലക്ഷം ലോൺ കൊടുത്തുകൊണ്ടിട്ടുള്ള ഒരു ബാങ്കിങ് സിസ്റ്റമാണ് ഇപ്പൊ നിലവിൽ കൊണ്ടുവന്നേക്കുന്നത് RBI. അപ്പോ നോർക്കയും ഞങ്ങളെ പോലെയുള്ള കുറെ പേരും അതുപോലെ തന്നെ ഒട്ടുമൊത്ത പ്രവാസികൾക്ക് പങ്കാളിത്തം കൊടുത്തിട്ട് ഒരു ബാങ്ക് കൊണ്ടുവന്നാൽ ആ ബാങ്ക് തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പോലെ പ്രവാസികൾക്ക് പ്രത്യേകം സഹായിക്കുന്ന ഒരു രൂപമുണ്ടാക്കിയാൽ തിരിച്ചു വന്ന്
വരുന്ന പ്രവാസികൾ നല്ല കഴിവോടുകൂടി അവർക്ക് പലതരം ദയവായി തുടരുക കെ പി ഹുസൈൻ. ശ്രീ തോമസ് മാത്യു, ഇപ്പോൾ ഡോക്ടർ കെ പി ഹുസൈൻ പറഞ്ഞതുപോലെ തന്നെ ആശയങ്ങൾ സംസാരിക്കുവാൻ അല്ലെങ്കിൽ ചർച്ച ചെയ്യുവാൻ ഒരു വേദി ഉണ്ടാവുകയാണ് പ്രധാനമെന്ന് പറയുന്നു. പക്ഷേ ഈ ചർച്ചകൾ എല്ലാ വർഷവും, കഴിഞ്ഞ വർഷവും അതിനു മുമ്പുള്ള വർഷങ്ങളിലുമെല്ലാം ചർച്ചകൾ നടന്നു. ആ ചർച്ചയിൽ എല്ലാ തവണയും ഉയർന്നു വരുന്നത് ഏകദേശം ഒരേ കാര്യങ്ങൾ തന്നെയാകും. പ്രവാസികളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന കുറെ ആവശ്യങ്ങൾ എല്ലാ ചർച്ചയിലും ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഒന്നും പ്രായോഗികമായി പ്രവൃത്തിയിൽ ഇതൊന്നും വരുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയായ ഒരു കാര്യമാണ്. കുറെ നാളായി, കുറെ വർഷങ്ങളായി പ്രവാസി ഭാരതീയ ദിവസ് എന്ന് പറഞ്ഞുകൊണ്ട് വരേണ്യരുടേതായ ഒരു മാമാങ്കം വർഷങ്ങളായിട്ട് ഡൽഹിയിലും മറ്റും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും നടക്കുകയാണ്. ഈ വർഷം ജനുവരി 7 തൊട്ട് 9 വരെ ഗാന്ധിനഗറിൽ ഗുജറാത്തില് അരങ്ങേറി. അതൊരു ഇതുപോലെ തന്നെ ഒരു വരേണ്യരുടേതായ ഒരു ചർച്ചാ സമ്മേളനം അവിടെ നടത്തുന്നു. അവർ ആശയവിനിമയങ്ങൾ കൈമാറുന്നു. കുറെ ആൾക്കാർ കൂട്ടിക്കൂട്ടി വിട്ട് ഈ പരിപാടിക്ക് വരുന്നു. ചർച്ചകൾ നടക്കുന്നല്ലാതെ പ്രവാസികൾക്ക് ഗുണകരമായിട്ട് ഈ പ്രവാസി ഭാരതീയ ദിവസ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്നത് ഇതുവരെ ഫലപ്രദമായി കണ്ടിട്ടില്ല. അവിടെയാണ് ഇപ്പൊ അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രവാസികൾക്ക് വോട്ടവകാശം വരുന്നു എന്ന് കണ്ടുകൊണ്ട് ഇപ്പോഴത്തെ കേരളത്തിലെ ഗവൺമെന്റ് തട്ടിക്കൂട്ടി പറിച്ചുണ്ടാക്കിയ ഒരു പരിപാടിയാണ് ഈ അടുത്ത തട്ടിപ്പ്. ഇതൊരു തട്ടിപ്പ്, ശുദ്ധ തട്ടിപ്പാണ്. ഇപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട മിസ്റ്റർ കെ പി ഹുസൈൻ അദ്ദേഹം പറയുണ്ടായി, ഒരു വിഷയമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം പറയുണ്ടായി, ബാങ്കിങ് സിസ്റ്റം 100 കോടി രൂപ മുതൽ മുടക്കി ഈ ബാങ്കിങ് സിസ്റ്റം ആരംഭിക്കണമെന്ന്. വർഷങ്ങളായിട്ട് ഞാൻ എന്റെ അനുഭവം പറയാം. കല എന്ന് പറഞ്ഞ സംഘം കുവൈറ്റിൽ നിന്ന്, ഈ സംഘം വർഷങ്ങൾക്ക് മുമ്പ് കേരള ഗവൺമെന്റിന്റെ അടുത്ത് വളരെ കൃത്യമായി പറഞ്ഞു, കോഓപ്പറേറ്റീവ് സെക്ടറിൽ പ്രവർത്തനങ്ങൾ നടത്തുവാൻ പ്രവാസികൾക്ക് ചെറിയ കോഓപ്പറേറ്റീവ് യൂണിറ്റുകൾ ആരംഭിക്കുവാനുള്ള അവകാശം ഉണ്ടാക്കണം, സൗകര്യം ഉണ്ടാക്കണം. അതിന് വിലങ്ങുതടിയായി നിൽക്കുന്ന ഒരൊറ്റ വിഷയമാണ് RBIയുടെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിയമതടസ്സം. ആ നിയമതടസ്സം മാറ്റുന്നതിന് വേണ്ടി കേരള ഗവൺമെന്റ് കേന്ദ്ര സർക്കാർ ഇടപെട്ടുകൊണ്ട് വേണ്ട കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും വളരെ നിശ്ചയ ക്രയശേഷി വളരെ കുറച്ച് മാത്രമുള്ള 80-85% വരുന്ന ബഹുഭൂരിപക്ഷം. തുടരുക തോമസ് മാത്യു. ഇപ്പോൾ ദമാമിൽ നിന്നും ഹാരിസ് കൊടുവള്ളി പ്രേക്ഷകൻ ചേരുകയാണ്. ശ്രീ ഹാരിസ്, എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? ഹലോ, എനിക്ക് പറയാനുള്ളത്, ഇതുപോലത്തെ പരിപാടികൾ തീർത്തും പാവപ്പെട്ട ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ഉപകാരപ്പെടുകയില്ല. ഇത് വെറും വ്യവസായ പ്രമുഖർക്ക് മാത്രം ഒത്തുചേരാനുള്ള ഒരു സംഘമായിട്ടാണ് ഞാൻ ഇതിനെ വിലയിരുത്തുന്നത്. താങ്ക് യു. വളരെ നന്ദി ശ്രീ ഹാരിസ്. ശ്രീ ഷംസുദ്ദീൻ, ഗ്ലോബൽ NRK മീറ്റ് കേരളത്തിനും പ്രവാസികൾക്കും ഗുണകരമാണോ? എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്ന് പറയാൻ കഴിയുമോ? കാര്യം ഇപ്പോൾ തന്നെ വിളിച്ച പ്രേക്ഷകൻ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ച് വ്യവസായികൾക്ക് മാത്രം ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. സാധാരണക്കാരനായ പ്രവാസിക്കും അല്ലെങ്കിൽ മലയാളിക്കും എന്ത് ഗുണമാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്? തീർച്ചയായും ഇത്തരം പ്രവാസി സംഗമങ്ങളിൽ നിന്നും സാധാരണക്കാരായ പ്രവാസികൾക്ക് അവർക്ക് ഗുണപരമായ രീതിയിലുള്ള പ്രോജക്റ്റുകളോ അല്ലെങ്കിൽ അത്തരം ചർച്ചകളോ കാര്യങ്ങളോ ഇതുവരെ ഉപകരിച്ചു എന്ന് പറയാൻ കഴിയില്ല. കാരണം സാധാരണക്കാരായ പ്രവാസികൾ, പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്ന ബ്ലൂ കോളർ ജോലി ചെയ്യുന്ന ആളുകൾ, അവർക്ക് പ്രവാസ ജീവിതം മതിയാക്കി അവരുടെ മാതൃരാജ്യത്ത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിത നിലവാരം നിലനിർത്തിക്കൊണ്ട് തന്നെ അവർക്ക് ജീവിക്കാനുള്ള എന്തെങ്കിലും പ്രോജക്റ്റുകളാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം മീറ്റുകളിലോ അല്ലെങ്കിൽ പ്രവാസി സംഗമങ്ങളിൽ നിന്നോ അതിനനുസൃതമായ ഒരു പ്രോജക്റ്റും അല്ലെങ്കിൽ അത്തരം പ്രോജക്റ്റുകളെ കുറിച്ചും ഒരു ചർച്ചയും ഇതുവരെ നടന്നിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഇത്തരം പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ ഇത്തരം പ്രവാസി സംഗമങ്ങളിൽ നിന്ന് സാധാരണക്കാരായ ആളുകൾക്ക് ഒന്നും തന്നെ പ്രതീക്ഷ നൽകുന്നതല്ല. തുടരുക ഷംസുദ്ദീൻ. ശ്രീ ഡോക്ടർ കെ പി ഹുസൈൻ, താങ്കൾ ഒരു ബാങ്ക്, പ്രവാസികൾക്കായുള്ള ഒരു ബാങ്കിന്റെ പദ്ധതിയെ പറ്റി ഈ പ്രവാസി സംഗമത്തിൽ ഉന്നയിക്കുകയുണ്ടായി. താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഇത് പ്രാവർത്തികമാകുമെന്ന്?
തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഈ ഒരു 2 വർഷം മുമ്പ് ഇതിനു വേണ്ടി ഞാനൊന്ന് ശ്രമിച്ചാണ്. ആ സമയത്ത് RBIയുടെ സിസ്റ്റത്തിൽ ഇങ്ങനെ ഒരു ബാങ്കിങ് സിസ്റ്റം അനുവാദം അല്ലായിരുന്നു. അവിടെ അതിന് വേണ്ട നിക്ഷേപനം എന്ന് പറയുന്നത് വലിയ തുകയാണ്. ഈ അടുത്ത സമയത്ത് ഈ കഴിഞ്ഞ നവംബറിൽ അനൗൺസ് ചെയ്യും, അത് ഇവിടെ പബ്ലിക്കിലേക്ക് അനൗൺസ്മെന്റ് ചെയ്യും. പലരും ഇപ്പോൾ ഇങ്ങനത്തെ സ്മോൾ സ്കെയിൽ ബാങ്കുകൾ ഇന്ത്യയിൽ ഇപ്പൊ തുടങ്ങുന്നുണ്ട്. അതിന് വേണ്ടത് 100 കോടി രൂപയാണ്. ഈ 100 കോടി രൂപ എന്ന് പറയുമ്പോൾ ചിലപ്പം ഒരു ചെറിയ ചെറിയ പ്രോജക്റ്റുകൾക്ക് തന്നെ ഒരു നമ്മളിപ്പോ തിരിച്ചു വരുന്ന ആൾക്കാര് 1000 പേര് ചോദിച്ചാൽ അവർക്ക് വേണ്ടി ഒരു ലോൺ കൊടുത്താൽ പോലും ഈ പൈസ തീർന്നു പോകുന്ന ഒരു അമൗണ്ടേ ഉള്ളൂ. പണ്ട് ഇതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇന്ന് അങ്ങനെ ഒരു നിലവിലുണ്ട്. പക്ഷേ എന്തുകൊണ്ട് നോർക്ക മുഖാന്തരം ചെയ്യണമെന്ന് പറയുമ്പോൾ ഈ നോർക്കയിൽ വരും ആണ്. ദയവായി നമുക്ക് വിശദമായ ചർച്ചയിലേക്ക് വരാം. ഇപ്പോൾ ഖത്തറിൽ നിന്നും മൊയ്തീൻ എന്ന പ്രേക്ഷകൻ ചേരുകയാണ്. ശ്രീ മൊയ്തീൻ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇത് വ്യവസായികൾക്ക് മാത്രമായിട്ട് ഇത് സാധാരണ ഇവിടുത്തെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല, ഇതൊരു പ്രവർത്തനമായിട്ട് ചെയ്യുന്നതാണ്. വളരെ നന്ദി ശ്രീ മൊയ്തീൻ. വീണ്ടും തോമസ് മാത്യുവിലേക്ക്. ശ്രീ തോമസ് മാത്യു, എല്ലാ പ്രേക്ഷകരും പറയുന്നത് ഇത് തന്നെയാണ്. പക്ഷേ KP ഹുസൈനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ ശുഭാപ്തി വിശ്വാസത്തിലാണ്. ഇതുപോലുള്ള പദ്ധതികൾ വരും എന്ന് പറയുന്നു. നമുക്ക് മുൻകാലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ജിം, അതുപോലെ തന്നെ ഇതിനു മുമ്പ് വന്നിരിക്കുന്ന എമർജിംഗ് കേരള, ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഈ സമയത്തും വളരെ കൊട്ടിഘോഷിച്ച് തയ്യാറെടുപ്പുകളോടെ നടത്തിയ പദ്ധതികളായിരുന്നു ഇതെല്ലാം. പക്ഷേ ഇതിലൊന്നും തന്നെ ഒന്നും പ്രാവർത്തികമായില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് വെറും സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന കാര്യമല്ലേ ഇപ്പോൾ നടക്കുന്ന ഈ പ്രവാസി സംഗമങ്ങൾ? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ ബഹുമാനപ്പെട്ട ശ്രീ KP ഹുസൈൻ അദ്ദേഹത്തിന്റെ ആശയം നല്ലതാണ്. ആ ആശയം വരുന്നത് എവിടെയാണ്? വളരെ ഹാൻഡ്ഫുൾ ആയിട്ട് വളരെ ചുരുങ്ങിയ കുറച്ച് വ്യവസായികൾക്ക് മാത്രം കൈയെത്തിപ്പിടിക്കാവുന്ന ഒരു കാര്യമാണ് 100 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്. അവിടെയല്ല ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ പറയുന്നത് കോർപ്പറേറ്റീവ് സെക്ടറിൽ അനുവദിക്കുക, RBIയുടെ നിബന്ധനകൾ മാറ്റുക, എന്നിട്ട് ആവശ്യമായ നിബന്ധനകൾ കൊണ്ട് ഈ പറഞ്ഞ പ്രവാസികൾക്ക് കോർപ്പറേറ്റീവ് സെക്ടറിലേക്ക് കടന്നു വരാനും അവർക്ക് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്താനും ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ സ്വരൂപിച്ചുകൊണ്ട് കോർപ്പറേറ്റീവ് സെക്ടറിൽ കൂടി അവർക്ക് നിക്ഷേപം ഇന്ത്യയിലോ കേരളത്തിലോ എവിടെയാണെങ്കിലും നടത്താനുള്ള അവസരം സൃഷ്ടിച്ചാൽ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള നിക്ഷേപ സമാഹാരം എന്ന് പറയുന്ന ഒരു വിഷയം തന്നെ ഉണ്ടാവും. ധാരാളം വിഷയങ്ങൾ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പ്രവാസി ഇപ്പോൾ നടത്തിയ NRK മീറ്റ് എന്ന് പറയുന്നത് ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു വലിയ ശക്തിയാണെന്നും തിരിച്ചറിവിന്റെ ഫലമായി അവനെ വെറുതെ കബളിപ്പിക്കാൻ വേണ്ടി തട്ടിക്കൂട്ടിയ ഒരു പരിപാടി മാത്രമാണ്. ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ബഹുഭൂരിപക്ഷം വരുന്ന ഒരു പ്രവാസിക്കും ഗുണകരമാവില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അത് ഉറപ്പായിട്ട് പറയുകയും ചെയ്യുന്നു. ദയവായി തുടരുക തോമസ് മാത്യു. ശ്രീ KP ഹുസൈൻ, താങ്കൾ ഇന്ന് ഈ പ്രവാസി മീറ്റിൽ പങ്കെടുത്ത ആളാണ്. അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, സാധാരണക്കാരായ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് അനുകൂലമായി എന്ത് പ്രഖ്യാപനമാണ് ഇന്ന് നടന്ന പ്രവാസി മീറ്റിൽ നടന്നത്? ഇന്ന് പ്രഖ്യാപനമായിട്ട് പറഞ്ഞു എന്ന് പറയുന്നത് വളരെ അപൂർവം തന്നെയാണ്. പക്ഷെ നമ്മൾ ആവശ്യപ്പെട്ടത് ഇവിടുന്ന് പോകുന്ന ആൾക്കാർക്ക് ഒരു ഇൻഷുറൻസ് പദ്ധതി എന്ന് പറയുന്നത് ചെറിയ എമൗണ്ട് കൂടിയിട്ട് അവിടെയും ഇവിടെയും ചികിത്സ കിട്ടാൻ പറ്റുന്ന, പലപ്പോഴും നമ്മളെ പ്രവാസി സംഘടനകളെല്ലാം തന്നെ ജനങ്ങൾക്ക് വേണ്ടി അവിടെ പ്രവാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സാഹചര്യം ഇപ്പൊ കുറഞ്ഞു വരികയാണ്. കാരണം കുറെ ഗവൺമെന്റ് റെസ്ട്രിക്ഷൻ ഉള്ള സമയം. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ വെച്ചിട്ടുള്ളത് ഗവൺമെന്റ് അല്ലെങ്കിൽ നോർക്ക അല്ലെങ്കിൽ മറ്റേ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിന്റെ സമ്മതത്തോടുകൂടി ഒരു നിശ്ചയ എമൗണ്ട് പ്രവാസികൾക്ക് വേണ്ടി തരാൻ തയ്യാറായാൽ നമുക്ക് വലിയ ഒരു ആൾക്കാരുടെ ഈ മെഡിക്കൽ സംബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ അവിടെ ട്രീറ്റ്മെന്റ് കിട്ടാനും ഇവിടെ കൊടുക്കാനും പറ്റും. കാരണം അവിടെ ചില സ്ഥലങ്ങളിൽ കമ്പൽസറി ഇൻഷുറൻസ് പ്രോഗ്രാം വന്നതിന്റെ ഒരു ബേസിൽ അതിന്റെ പുറകിൽ പ്രവർത്തിച്ചുകൊണ്ട് അതിന്റെ അനുഭവം കൊണ്ടാണ് പറയുന്നത്. അതൊന്ന് ചോദിച്ചിരുന്നു. രണ്ടാമത് നമ്മൾ ചോദിച്ചത്, ഇപ്പം നിലവിൽ ഞാൻ ഈ ബാങ്കിനെ കുറിച്ച് പറഞ്ഞത് ഈ പൈസക്കാർക്ക് വേണ്ടിയുള്ള പൈസക്കാർ തീർച്ചയായിട്ടും അവർ സ്വന്തമായി വഴി കണ്ടെത്തും, പാർട്ട്നേഴ്സ് കണ്ടെത്തും. ഞാൻ ഈ പറഞ്ഞു വന്നത് നോർക്ക ഇടപെട്ട് പ്രവാസികളെ പങ്കാളിത്തത്തോട് കൊണ്ടുവന്ന് അത് ചിലപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന വലിയ വലിയ തുകയല്ല, ചെറിയ തുകയിലും, അതായത് 49% വെളിയിലിരുന്നും ഇന്ത്യക്കകത്ത് നിന്ന് 51% കൂടി നടത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിലവിൽ RBI ഒരു സ്കീം ഓൾറെഡി അനൗൺസ് ചെയ്ത് അതിന്റെ അപ്ലിക്കേഷൻസ് റിസീവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു.
ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രവാസികൾ തിരിച്ചിവിടെ വരുമ്പോൾ അവർക്ക് വേണ്ടി ലോൺ കൊടുക്കാനുള്ള ഒരു സ്പെഷ്യൽ ബാങ്കായി മാറാൻ പറ്റും. പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രമെങ്കിലും. കാരണം കേരളത്തില് 25 ലക്ഷം കൊണ്ട് ചെറിയ ചെറിയ ജോലികൾ ചെയ്യാൻ പറ്റുന്ന, ചെറിയ ചെറിയ ബിസിനസ്സുകൾ തുടങ്ങാൻ പറ്റുന്ന എത്രയോ സംഭവങ്ങളുണ്ട്. അങ്ങനെ എത്രയോ വലിയ വലിയ മെട്രോ സിറ്റികളിൽ ഈ 10 ലക്ഷം 20 ലക്ഷം വായ്പകൾ മേടിച്ച് ചെറിയ ചെറിയ വിഷയങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അതിനൊരു തുടക്കം കുറിക്കാമെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. അതിനാണ് ഈ ഒരു ഉദ്ദേശം പറഞ്ഞത്. അതല്ലാതെ ഈ പൈസക്കാരെന്ന് പറയുന്ന അവരൊരു 4 5 ഗ്രൂപ്പ് കൂടിയിട്ട് അവർക്ക് ഒരു 100 crores ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഈ പറയുന്നത്. ദയവായി തുടരുക ശ്രീ ഡോക്ടർ ഹുസൈൻ. ഇപ്പോൾ ഖത്തർ ബഹ്റൈനിൽ നിന്നും MC നായർ പ്രേക്ഷകൻ ചേരുന്നു. ശ്രീ MC നായർ, ഈ വിഷയത്തിൽ താങ്കളുടെ പ്രതികരണം എന്താണ്? ഇത് എന്നെ പോലെയുള്ള ബ്ലൂ കോളർ പ്രവാസികൾക്കൊന്നും യാതൊരു ഗുണവും ചെയ്യുന്ന കാര്യമല്ല. ഇത് വരേണ്യരായ കുറെ ആൾക്കാർക്ക് ഇങ്ങനെ വർഷം തോറും വന്ന് ഇതുപോലെയുള്ള അവരുടെ കോലങ്ങൾ കാണിക്കാമെന്നുള്ളതല്ലാതെ യാതൊരു ഗുണവുമില്ല. ഇതാണ് എന്റെ അഭിപ്രായം. വളരെ നന്ദി. ശ്രീ ഷംസുദ്ദീൻ, പ്രവാസി ഭാരതീയ ദിവസിലും മുൻ വർഷങ്ങളിലും നടന്ന NRK മീറ്റിലും പല പ്രവാസി പ്രശ്നങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ ഈ സമ്മേളനങ്ങൾ കഴിയുന്നതോടെ ഈ ചർച്ച തന്നെ ഇല്ലാതാവുകയല്ലേ ചെയ്യുന്നത്? ചർച്ചകൾ ചെയ്ത കാര്യങ്ങൾക്ക് പിന്നീട് ഒരു ഡെവലപ്മെന്റ്സും ഉണ്ടാകുന്നില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ ഈ മീറ്റുകൾ പ്രഹസനമാകുകയല്ലേ ചെയ്യുന്നത്? പ്രവാസി മീറ്റുകളും അതേപോലത്തെ ഇത്തരം ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന NRK മീറ്റ് പോലെയുള്ള സംഗമങ്ങൾ ഇത്തരം പ്രഹസനം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടേണ്ടതല്ല. കാരണം ഇത്തരം പ്രവാസികളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ ഇത്തരം വേദികൾ ആവശ്യമാണ്. ഇത്തരം വേദികളിൽ പ്രവാസികളായി പങ്കെടുക്കുന്ന ആളുകൾ പ്രവാസികളുടെ പ്രശ്നങ്ങൾ മുൻഗണനാ ക്രമത്തിൽ അവതരിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ മുൻപ് കഴിഞ്ഞു പോയ പല ഇത്തരം NRK മീറ്റുകളിലും പല പ്രാവശ്യം അവതരിപ്പിച്ചിട്ട് ഇതുവരെ നടപ്പാക്കാത്ത പ്രശ്നങ്ങൾ, നടപ്പാവാൻ കഴിയാത്ത പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് വീണ്ടും ഉന്നയിച്ച് മുൻഗണനാ ക്രമത്തിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം ഈ അധികാരികളും അതേപോലെ തന്നെ ഇതിൽ പങ്കെടുക്കുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദയവായി തുടരുക. ഇപ്പോൾ കുവൈറ്റിൽ നിന്നും ഫൽഗുനൻ എന്ന പ്രേക്ഷകൻ ചേരുകയാണ്. ശ്രീ ഫൽഗുനൻ, എന്താണ് താങ്കളുടെ പ്രതികരണം? അതായത് ഇത് ഇപ്പൊ ചാനൽ ചർച്ചകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിപ്പോ ഞാൻ 10-30 വർഷമായിട്ട് ഈ ചാനൽ, അതായത് പ്രവാസിയാണ്. ഇത്രയും വർഷത്തിനിടയിൽ ഞാൻ കണ്ടിരിക്കുന്നത്, നമ്മളിപ്പം ഞാനൊരു ലോക്കൽ കേവല ഡ്രൈവറായിട്ട് വന്നൊരു വ്യക്തിയാണ്. അതായത് 30 വർഷത്തിനടുത്തായി നമ്മളൊക്കെ പ്രവാസ ജീവിതം നയിക്കുന്നവിടെ. അപ്പം ഇത്രയും കാലത്തിനിടയിൽ നമുക്ക് ഓരോ ഗവൺമെന്റ് മാറി മാറി സർക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭരിച്ചിട്ട് ഇപ്പൊ 5 വർഷവും അല്ല 10 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും കേരളത്തിൽ മാറി മാറി ഭരിച്ചിട്ടും പല മറ്റുള്ള സംഘടനകൾ വന്നിട്ടും എന്തെങ്കിലും ഒരു കാര്യം പ്രവാസികൾക്ക് വേണ്ടിയിട്ട് അവരാർക്കും താല്പര്യപ്പെട്ട് ചെയ്തില്ല. എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്കൊന്നും സാധിച്ചിട്ടില്ല. അതേ സമയത്ത് നമ്മളെ ഇപ്പോഴത്തെ പുതിയൊരു സർക്കാർ വന്ന് അവരെന്തെങ്കിലും ഇപ്പം യൂസഫ് അലീനെ മാതിരി മറ്റുള്ള വലിയ വലിയ ഒക്കെ ഇവർ പറയുന്നതിലോട്ട് പ്രവാസികളാണ് അവരൊക്കെ വന്ന് നാട്ടിൽ ലക്ഷക്കണക്കിന് തൊഴിലില്ലാതെ നിൽക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെന്തെങ്കിലും കേരളത്തിലോ നമ്മളെ കേരളത്തിൽ ഒരു പുനരവരില്ല. ഇന്ന് ചാനൽ ചർച്ചകൾ. വളരെ നന്ദി ശ്രീ ഫൽഗുനൻ. താങ്കളുടെ അഭിപ്രായം ഇതാണ്. ചർച്ച തുടരും ഒരു ഇടവേളയ്ക്ക് ശേഷം. Powered by ABC Cargo, #1 in KSA. ABC Cargo പ്രവാസികൾക്കായുള്ള സേവനങ്ങൾ വർദ്ധിപ്പിക്കുന്നു. വേഗത, ഉത്തരവാദിത്വം, സുരക്ഷിതത്വം എന്നിവ ABCയുടെ മാത്രം പ്രത്യേകത. ഇന്ത്യയിലും സൗദിയിലും ഉടനീളം ശൃംഖലകൾ. ഇന്ത്യയിൽ നേരിട്ട് സർവീസ് നടത്തുന്ന ഏക സ്ഥാപനം ABC Cargo, #1 in KSA. വിശ്വാസത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പുൻതിളക്കവുമായി സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ശൃംഖല സോന ജ്വല്ലേഴ്സ്. 916 സ്വർണ്ണത്തിൽ തീർത്ത ഏറ്റവും പുതിയ ഡിസൈനുകളുടെ കമനീയ ശേഖരം. ശതകോടി ജനങ്ങളുടെ തകർക്കാൻ പറ്റാത്ത വിശ്വാസം. സോന ജ്വല്ലേഴ്സ്, റിയാദ്, ജിദ്ദ, ദമാം, ഉഫൂഫ്, ജുബൈൽ.
ശ്രീ തോമസ് മാത്യു, ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭൂപരിഷ്കരണ നിയമത്തിൽ ഭേദഗതി വരുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. റെഡ് ടാപ്പിസം കാരണം ഒരു വികസന പ്രവർത്തനങ്ങളും ഇവിടെ നടക്കാത്ത സാഹചര്യത്തിൽ ആദ്യം നടത്തേണ്ടത് അതാണോ? അതിനു മുമ്പായി ചെറുകിട നിക്ഷേപമോ അല്ലെങ്കിൽ മറ്റ് നിക്ഷേപങ്ങളൊക്കെ നടത്താൻ തയ്യാറായിരുന്ന പ്രവാസികൾ നിരവധിയുണ്ട്. അവർക്കുള്ള അനുകൂല സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയല്ലേ വേണ്ടത്? തീർച്ചയായിട്ടും ഭൂപരിഷ്കരണ നിയമത്തിൽ തീർച്ചയായിട്ടും ഭൂമി കൂടുതൽ ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോഓപ്പറേറ്റീവ് യൂണിറ്റുകളായിട്ട് തുടങ്ങാനും അവർക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനും താല്പര്യമുള്ള ധാരാളം പ്രവാസികളുണ്ട്. ചെറിയ ചെറിയ സംഘങ്ങളായിട്ട് അവര് പ്രോജക്റ്റുകൾ കൊണ്ടുവരികയും കൃഷി നടത്താനും മറ്റ് അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കാനും ഇൻവെസ്റ്റ് ചെയ്യാനും താല്പര്യമുള്ള നിരവധി വളരെ താഴ്ന്ന വരുമാനക്കാരായിട്ടുള്ള എന്നാൽ അത്യാവശ്യം മിച്ചം വെച്ചുകൊണ്ട് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് വളരെ സുരക്ഷിതമായി ഇതുപോലെയുള്ള കാർഷിക മേഖലയിലോ വ്യവസായ മേഖലയിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അവർക്ക് അവരുടെ നിക്ഷേപം സുരക്ഷിതമാക്കുന്നതിനും അതിന് മറ്റുള്ള ഒരു മാർഗം എന്ന രൂപത്തിൽ കോഓപ്പറേറ്റീവ് സെക്ടർ തുറന്നു കൊടുത്താൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ അവർക്ക് കൃത്യമായ രൂപത്തിൽ ഈ പറഞ്ഞ മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. പിന്നെ ഭൂമി ലഭ്യമാക്കുക എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ദയവായി തുടരുക. ശ്രീ കെ പി ഹുസൈൻ, താങ്കൾ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ പ്രവാസികൾക്കായുള്ള ഇൻഷുറൻസ് പദ്ധതി, താങ്കൾ ആ മേഖലയിൽ വിജയിച്ച ആളുകൂടിയാണ്. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ പ്രഖ്യാപനം ആദ്യമല്ല ഉണ്ടാകുന്നത്. സർക്കാർ ഇതിനു മുമ്പ് ജോലി നഷ്ടപ്പെട്ടു വരുന്നവരുടെ കാര്യത്തെ പറ്റിയൊക്കെ ഇന്ന് വാചാലമായി. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സർക്കാർ കുറച്ചെങ്കിലും ഈ കാര്യങ്ങളിൽ നയപരമായ ഒരു തീരുമാനമെടുത്തിരുന്നെങ്കിൽ ലിബിയയിൽ നിന്നും ഇറാഖിൽ നിന്നുമൊക്കെ മടങ്ങി വന്ന നഴ്സുമാർക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവുകയില്ലായിരുന്നു. തീർച്ചയായിട്ടും അതിൽ നോർക്ക തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കുറെ വിഷയങ്ങളുണ്ട്. ഇപ്പൊ നമ്മളെല്ലാം ചർച്ച ചെയ്ത വിഷയങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കപ്പെട്ടത് ഇത്രയും വർഷങ്ങളായിട്ട് നോർക്ക എന്ത് ചെയ്തു എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. പക്ഷേ ഇനിയിപ്പോ നമുക്ക് ഓപ്പർച്യൂണിറ്റികളുണ്ട്. തീർച്ചയായിട്ടും നോർക്ക ഡിപ്പാർട്ട്മെന്റ് എന്നെ സംബന്ധിച്ചോളം അത് തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളൊന്നും ആയിട്ടില്ല. എന്നാൽ അതിന് ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ള ഫണ്ട് എന്ന് പറയുന്നത് ഇയർലി അനുവദിച്ചിട്ടുള്ളത് വളരെ ചുരുക്കമാണ്. അങ്ങനെയുള്ള സമയത്താണ് യൂസഫ് അലി സാഹിബിനെ പോലെയും മിസ്റ്റർ മേനോനെ പോലെയും ഇങ്ങനെ പലരുമായിട്ട് റബീപ്പിള്ള പോലെ പലരും സഹായിച്ചിട്ടാണ് പല കാര്യങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റ് അല്ലാത്ത രീതിയിൽ അവരുടെ സ്വന്തം പൈസ കൊടുത്ത് പലതും പല സഹായമാണ്. തീർച്ചയായിട്ടും ഇതുപോലെ പ്രവാസി സംഘടനകൾ ഇഷ്ടം പോലെ ഇന്ന് വന്നിരുന്നു. അവരെല്ലാം തന്നെ വളരെ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ അത് നമുക്ക് ഗവൺമെന്റ് മുഖാന്തരം നോർക്ക മുഖാന്തരം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ വർഷം നടത്തുന്നത് ഇവിടെ അല്ലെങ്കിൽ സമയപരിമിതി ഉള്ളത് കാരണം ഇടപെടുകയാണ്, ക്ഷമിക്കുക. ശ്രീ ഷംസുദ്ദീനിലേക്ക് അവസാനമായി. ശ്രീ ഷംസുദ്ദീൻ, നോർക്ക റൂട്ട്സിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്തുകയല്ലേ ഇതിൽ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത്? നോർക്ക റൂട്ട്സിന്റെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ വിപുലപ്പെടുത്തേണ്ടത് ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ നോർക്ക റൂട്ട്സിൻ്റെ പ്രവർത്തനങ്ങളിൽ ഗൾഫ് മേഖലയിൽ നിന്നുള്ള പ്രതിനിധികളായി വ്യാപാര വ്യവസായ പ്രമുഖർക്ക് പുറമെ സാധാരണക്കാരായ പ്രത്യേകിച്ച് ഇവിടെയൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ സന്നദ്ധ സംഘടനകളിൽ നിന്നുള്ള പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സാധാരണക്കാർക്ക് നോർക്ക റൂട്ട്സിലൂടെ അവരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ മുന്നിൽ എത്തിക്കാനും അതിലൂടെ പരിഹാരം കാണാനും വേണ്ടിയുള്ള അവസരം ഒരുക്കണം എന്ന് തന്നെ. അതേ, അത്തരം അവസരം ഒരുക്കുകയാണ് സർക്കാർ ഇത്തരം ഗ്ലോബൽ മീറ്റുകൾ സംഘടിപ്പിക്കുന്നതിന് മുമ്പായി ചെയ്യേണ്ടത്. വളരെ നന്ദി ശ്രീ ഡോക്ടർ കെ പി ഹുസൈൻ, ഒപ്പം ഷംസുദ്ദീൻ, ഒപ്പം തോമസ് മാത്യു ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്, ഒപ്പം വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി.